അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കാൻ ആളില്ലാത്തൊരവസ്ഥ അത് LDF-ലും UDF-ലും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വരാനൊന്നും പോകുന്നില്ല. കാരണം അപ്പുറത്തും ആരെങ്കിലും ഒക്കെ ജയിക്കുമല്ലോ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിലും ഉണ്ടായാലേ പറ്റുള്ളൂ താനും. അപ്പോൾ അതായത് പ്രതിപക്ഷ നേതാവ് ആരാവും ചോദിച്ചിട്ട് ഇപ്പം UDF വീണ്ടും തോക്കുകയാണെന്ന് കരുതുക. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആകില്ല എന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്തവണ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അത് അദ്ദേഹം അണികളിൽ ആവേശം കൊള്ളിക്കാനും തൻ്റെ ഒരു പോരാട്ട വീര്യം പ്രതിഫലിപ്പിക്കാനും നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. പക്ഷേ അത് അപ്പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്. ഒരു എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നത് അധികാരം ഉണ്ടാക്കുക എന്നതിന് വേണ്ടി അധികാരത്തിൽ തിരിച്ച് പാർട്ടിയെ കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലും ഇന്ത്യയിലും സർവൈവ് ചെയ്യാൻ കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് പ്രധാന കാര്യമായിരിക്കെ തന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന പാർലമെന്ററി രാഷ്ട്രീയത്തിലെ വിക്ടറി സാധ്യമായിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് വനവാസം കൊടുക്കും എന്ന് ഒരു നേതാവ് പറയാൻ പാടില്ല. അത് ശരിയല്ല. അത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചൂടെ? അതായത് തന്നെ ഒരു ഉത്തരവാദിത്വം അയാളുടെ പാർട്ടി ഏൽപ്പിക്കുന്നു ഒരാളെ, ആ ഉത്തരവാദിത്വം വിജയകരമായി പൂർത്തിയാക്കാത്തത് കൊണ്ട് താൻ തൽക്കാലത്തേക്ക് പിൻവാങ്ങുന്നു എന്നതിന്റെ ഒരു തൽക്കാലത്തേക്കൊന്നും അല്ല സതീശൻ പറഞ്ഞു ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ്, ഞാൻ ആ പദവിയിൽ നിന്ന് മാറിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം. അപ്പൊ സ്വന്തം പൊളിറ്റിക്കൽ കരിയർ ഞാൻ പാതിയിൽ സ്റ്റോപ്പ് ചെയ്യും റദ്ദ് എന്നൊക്കെ പറയുന്നതിനകത്ത് രാഷ്ട്രീയ പ്രശ്നമുണ്ട്. എന്റെ പോരാട്ടം ഞാൻ തുടരും. പക്ഷെ അതും അയാളുടെ ഒരു ആത്മവിശ്വാസമാണെങ്കിലോ? അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സമീപനമാണ്. കൊണ്ടുവരാൻ പോകുന്നു ഞാൻ, കൊണ്ടുവരുന്നത് ഞാൻ, കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദി ഞാൻ, കൊണ്ടുവരുന്നതിന്റെ ക്രെഡിറ്റും എനിക്ക് എന്ന് സ്ഥാപിക്കാനുള്ള കക്ഷി രാഷ്ട്രീയത്തിലെ കളിയുടെ ഭാഗമായിട്ടുള്ള വാചകമാണത്. സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നയിച്ചവൻ പോരാടിയവൻ നയിക്കട്ടെ എന്ന വാചകമായിട്ട് അണികൾ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ നിറയുന്നത്. പക്ഷേ ഞാൻ എൻ്റെ കരിയർ നിർത്തുമെന്ന് പറയാൻ പാടില്ല. രാഷ്ട്രീയം ഒരു നിതാന്തമായ പോരാട്ടമാണ്. അങ്ങനെ തോറ്റുപോയപ്പോൾ കരിയർ അവസാനിപ്പിച്ച് വനവാസത്തിന് പോകേണ്ടിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണണമല്ലോ. നിരന്തരമായ പരാജയങ്ങൾക്ക് ശേഷവും ഇപ്പോഴും കണിശമായി സംഘപരിവാരത്തോട് പോരാടുകയാണ്. നാട് മുഴുവൻ നടക്കുകയാണ്, എല്ലാ പ്രശ്നങ്ങളിലും പോയി ഇടപെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിർത്തുന്നു എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇനിയും പരാജയപ്പെട്ടാൽ ആരായിരിക്കും അവിടെ പ്രതിപക്ഷ നേതാവും ചോദിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, സതീശൻ എന്തായാലും മാറും. നേരത്തെ പറഞ്ഞത് സതീശൻ ഇനി നിൽക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് വാക്കിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട്. ഇനി വരാൻ പോകുന്ന ആൾ ആരായിരിക്കണമെന്ന കാര്യത്തിൽ പവർ ഹൗസുകൾ കൂടി അവരുടെ ടേക്ക് പ്രധാനമായിരിക്കും. കാരണം ഇനി ഇരിക്കുന്ന ആൾ 5 വർഷം കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി പദത്തിന് സ്വാഭാവികമായിട്ടും ഒരു ക്ലെയിം ഉള്ള ആളായിട്ട് മാറുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള VD സതീശൻ ആണ് നോർമലി ക്ലെയിമുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തെ തന്നെ മാറ്റി അവിടെ വേറെ പല ആളുകളും വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കെ ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ കാണുന്ന റിസ്ക് ഉണ്ടല്ലോ, ഈ സങ്കീർണത, അത് ഒഴിവാക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ചെറിയ ആൾക്കാരെ ചൂസ് ചെയ്ത് വെക്കാനായിരിക്കും പവർ ഹൗസുകൾ ആഗ്രഹിക്കുക എന്നാണ് ഞാൻ തോന്നുന്നത്. 5 വർഷം കഴിയുമ്പോൾ ഇനി ഏതെങ്കിലും വലിയ ആളുകൾക്ക് വരാനുള്ള താല്പര്യമുണ്ടെങ്കിൽ സില്ലിയായിട്ട് വളരെ സിമ്പിളായിട്ട് മാറിക്കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ആളുകൾ. അപ്പോൾ നമ്മളതിനകത്ത് കുറച്ചുകൂടി ചെറിയ ആളുകളെ പ്രതീക്ഷിച്ചാലും തെറ്റു പറയാനില്ല. കോൺഗ്രസിലാണെങ്കിലും വരാൻ പോകുന്നത് വൻകിടക്കാരെ വെക്കാതെ വൻസ്രാവുകൾ, ഞാനാണ് നയിച്ചത്, എനിക്കതിനുള്ള അവകാശമുണ്ട്, ഞാൻ എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് എന്നുള്ള വർത്തമാനമൊന്നും പറയാൻ സാധ്യതയില്ലാത്ത ചെറുവാല്യക്കാരായിട്ടുള്ള രാഷ്ട്രീയത്തിലെ ആൾക്കാരെ വെക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ പല ആളുകളുടെയും പേര് കാണാം. പക്ഷെ അവിടെയും ആരൊക്കെയാണ് ജയിക്കുക, അവർ തോറ്റു പോവുകയാണെങ്കിൽ, വീണ്ടും കോൺഗ്രസ് തോക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെയാണ് ജയിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ പല ആൾക്കാരുണ്ട്. PC വിഷ്ണുനാഥിൻ്റെ പേരുണ്ട്, റോജി എം ജോണിൻ്റെ പേരുണ്ട്. റോജി എം ജോണൊക്കെ ഈ സമീപ ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് അവരുടെ കേന്ദ്ര നേതാവിനെ സംരക്ഷിച്ചുകൊണ്ട് അസാധാരണമായി രംഗത്ത് വന്ന ആളാണ്, കൂറ് പ്രകടിപ്പിച്ച ആളാണ്. അപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് അതൊക്കെ കിട്ടാവുന്നതാണ്. സോ അതുകൊണ്ട് കോൺഗ്രസിനകത്തും ഈ നിലയ്ക്കുള്ള അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് ക്ലെയിം ഉന്നയിക്കാൻ പോകുന്ന ആളെന്ന പ്രത്യേകത പ്രതിപക്ഷ നേതാവിനുണ്ട്. സോ അതുകൊണ്ട് അവിടെ ആ നിശ്ചയിക്കപ്പെടുന്നതിനകത്തും പ്രത്യേക താല്പര്യങ്ങൾ പ്രവർത്തിച്ചേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തേത് LDF പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കാനുള്ള സാധ്യത. ഒന്നാമത് അദ്ദേഹത്തിന് പ്രായമായി. ആ പ്രായാധിക്യത്തിൻ്റെ നടുവിലും അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഇപ്പോൾ ദ മോസ്റ്റ് അവൈലബിൾ ബെസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന കേരളത്തിലെ നേതാവ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ള അന്തിമമായ പോരാട്ടത്തിലാണ്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെയും അദ്ദേഹം തുടരേണ്ട അനിവാര്യതയൊന്നും CPIM-നെ സംബന്ധിച്ച് ഇല്ല. പക്ഷേ അദ്ദേഹം ഭരണം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ല P രാജീവിനോ KN ബാലഗോപാലിനോ KK ശൈലജയല്ല, അദ്ദേഹം തന്നെ നേതാവ്. അദ്ദേഹം അതിനുവേണ്ടി പോരാടി നോക്കുന്നു. വിജയിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം പിൻവാങ്ങും. അവിടെയും ഈ പ്രശ്നമുണ്ടാവും. അടുത്ത 5 വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാൾ എന്ന നിലയ്ക്കാണല്ലോ പ്രതിപക്ഷ നേതാവിനെ ചൂസ് ചെയ്യുക. അവിടെ പിണറായി വിജയൻ ഒരു സേ ഉണ്ടാവും. അവിടെ ആരാകണമെന്ന് കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം ഇറങ്ങിപ്പോവുക. അതുകൊണ്ട് ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട പല ആളുകളും ജയിച്ചാൽ അവർക്കെല്ലാം ചാടി കയറി പ്രതിപക്ഷ നേതാവെന്നും വിചാരിക്കേണ്ട. അവിടെയും ചിലപ്പോൾ അസാധാരണവും അപ്രതീക്ഷിതവുമായ പേരുകൾ വന്നുകൂടായികയില്ല എന്നാണ് ഞാൻ പറയുക. അപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് പറയുക. അതാണ് പിണറായി വിജയൻ തന്നെയാണ് പറയുക. കാരണം അദ്ദേഹമാണ് ഈ പാർട്ടി ഇക്കാലം കൊണ്ടുനടന്നത്. ഈ പാർട്ടിയെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തോൽക്കുമെങ്കിലും ആരോഗ്യകരമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ്. ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ശരിയാണ്. അതിനകത്ത് ഈ വിമർശിക്കാവുന്ന എല്ലാ തലങ്ങളും എല്ലാ സംസ്കാരങ്ങളും ഉള്ളപ്പോൾ തന്നെയും പിണറായി വിജയൻ ഒരു സേവുണ്ട്. കാരണം അദ്ദേഹം ഈ പാർട്ടിയെ കൊണ്ടുവരുന്ന ആളും
ഈ രാജ്യമാകമാനം ഈ പാർട്ടി വീണ് പോയപ്പോഴും ഈ 2026 കേരളത്തിൽ അധികാരമുള്ള പാർട്ടിയായി 2 തവണ അധികാരത്തിൽ തുടർന്ന പാർട്ടിയായി കോൺഗ്രസിൽ പോലും സേയില്ല. കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല നയിച്ചു, തോറ്റപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞ ആളെയുമല്ല കോൺഗ്രസ് ആക്കിയിട്ടുള്ള പ്രതിപക്ഷം. പക്ഷേ ഇവിടെ പിണറായി വിജയന് മേലെ കയറി പിണറായി വിജയൻ പറയുന്നതല്ല ഈ പാർട്ടിയിൽ കാര്യമെന്ന് പറയാനും മാത്രമുള്ള ആളെന്നും മെയ് 6-നും 7-നും ഒന്ന് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നില്ല സാജു. അതിനൊക്കെ കുറെ സമയം പിന്നെ എടുക്കും. തൽക്കാലം മെയ് മാസം കൂടി പിണറായി വിജയൻ തന്നെയായിരിക്കും നേതാവ് തോറ്റാൽ. ശരി, അപ്പോൾ നമുക്ക് ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിന് കുറച്ചധികം കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്.